Hi students, today we are going to study how to construct circumcircle അഥവാ പരിവൃത്തം എങ്ങനെയാ വരയ്ക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ട്രയാങ്കിളിന്റെ അളവ് തന്നിട്ടുണ്ട്. ത്രികോണം എ ബി 5 സെന്റിമീറ്ററും BC 6 സെന്റിമീറ്ററും AC 7 സെന്റിമീറ്ററും ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ സർക്കിൾ അഥവാ പരിവൃത്തം വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AB ലെങ്ത് 5 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. AB 5 സെന്റിമീറ്റർ വരച്ചു. പേര് കൊടുക്കാം AB 5 സെന്റിമീറ്റർ. ഇനി BC 6 സെന്റിമീറ്റർ, അതായത് 6 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ട്രയാങ്കിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. BC 6 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അത് കോമ്പസിൽ നമ്മൾ എടുത്തു. എന്നിട്ട് മെറ്റൽ ടിപ്പ് Bയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി AC 7 സെന്റിമീറ്റർ ആണ് വേണ്ടത്. AC 7 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തു. Aയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ആർക്ക് വരച്ചു. ആ മീറ്റ് ചെയ്ത പോയിന്റ് ആണ് C. എയും സിയും തമ്മിൽ ജോയിൻ ചെയ്യാം. അതേപോലെ ബിയും സിയും തമ്മിലും ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ട്രയാങ്കിൾ ABC കിട്ടി. BCയുടെ അളവ് 6 സെന്റിമീറ്റർ, അതേപോലെ ACയുടെ അളവ് 7 സെന്റിമീറ്റർ. ഇനി നമുക്ക് സർക്കിൾ അഥവാ പരിവൃത്തം വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അതായത് ABയുടെ പകുതിയിൽ കൂടുതൽ എടുക്കുക. കോമ്പസിൽ ഏകദേശം പകുതി കൂടുതൽ എടുത്താൽ മതി, നമുക്ക് അളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് Aയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് മുകളിലും താഴെയും മാർക്ക് വരയ്ക്കണം. അതേപോലെ Bയിൽ മെറ്റൽ ടിപ്പ് വെച്ച് മുകളിലും താഴെയും മാർക്ക് വരയ്ക്കണം. അപ്പോൾ പകുതിയിൽ കൂടുതൽ എടുത്തു. എന്നിട്ട് Aയിൽ മെറ്റൽ ടിപ്പ് വെച്ചു മുകളിലും താഴെയും മാർക്ക് വരച്ചു. ഇനി Bയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് മുകളിലും താഴെയും ആർക്ക് വരച്ചു. ഇനി നമുക്ക് അതിനെ ജോയിൻ ചെയ്യണം. അപ്പം ഞാനിവിടെ ഡോട്ടഡ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ഡോട്ടഡ് ലൈൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി അടുത്ത ഒരു സൈഡിന്റെ കൂടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. BCയോ ACയോ ഏതെടുത്താലും പ്രശ്നമില്ല. ഇപ്പോൾ ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കാൻ പോകുന്നത്. അതും പകുതിയിൽ കൂടുതൽ എടുത്തു. ഇനി രണ്ട് സൈഡിലും ACയുടെ രണ്ട് സൈഡിലും ആർക്ക് വരച്ചു. അതേപോലെ മെറ്റൽ ടിപ്പ് Cയിൽ വെച്ചുകൊണ്ട് രണ്ട് സൈഡിലും ആർക്ക് വരച്ചു. അതും ജോയിൻ ചെയ്യാം. ഡോട്ടഡ് ലൈൻ തന്നെ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. അപ്പോൾ ഇതാണ് സർക്കിളിന്റെ സെന്ററായ O. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കണം, അഥവാ പരിവൃത്തം വരയ്ക്കണം. പരിവൃത്തം വരയ്ക്കാൻ വേണ്ടി കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് ആ സെന്ററിൽ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക്, അതായത് Aയിലേക്കോ Bയിലേക്കോ Cയിലേക്കോ എടുക്കാം. അത് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്ത് പോകണം. ഇതാണ് നമ്മുടെ സർക്കിൾ.
ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അഥവാ ലംബ സമഭാജി വരച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് സെന്റർ കിട്ടും. 3 സൈഡിന്റെ വരയ്ക്കണമെന്നില്ല. 3 സൈഡിന്റെ വരച്ചാലും ഈ സെയിം സെന്ററിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകും. പിന്നെ റേഡിയസ് ഏതാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക് ആ സെന്ററിൽ നിന്നുള്ള ദൂരം എടുക്കുക. കോമ്പസിൽ എടുത്തിട്ട് സർക്കിൾ അങ്ങ് വരച്ചാൽ മതി. 3 വെർട്ടെക്സിൽ കൂടെയും പാസ് ചെയ്യും. അതായത് എ കൂടെയും ബി കൂടെയും സി കൂടെയും പാസ് ചെയ്യും. ഇപ്പോൾ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.